ഒരു വ്ളോഗാണ്. ഈ വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഒരു നിൻ്റെ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം, അന്ന് നിന്നെ കൊണ്ട് അവിടെ ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റെഡിയായിട്ട് പെട്ടെന്ന് പിന്നെ പോകുന്ന വഴിക്ക് ഒരു മന്തി വാങ്ങി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ വഴിമുക്കിലുള്ള പുതിയ റാഫിലോട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പഴയ 2 റാഫി വെച്ച് നോക്കുകയാണെങ്കിൽ പുതിയ റാഫിയിലുള്ള ഫുഡിന് ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ്, പിന്നെ അത്ര വലിയ ടേസ്റ്റ് ഇല്ല. എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി പുതിയ ഹോട്ടലായതുകൊണ്ട് തന്നെ. അങ്ങനെ ഒരു ഷവായി മന്തിയും ക്വാർട്ടർ ഷവായിയാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. പക്ഷേ വന്നിട്ടുണ്ടായിരുന്നത് അൽഫാം മന്തിയായിരുന്നു. പിന്നെ നമ്മൾ തൽക്കാലം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിനിടയ്ക്ക് നമ്മുടെ ആദ്യക്കൊട്ട മയണൈസിലൊക്കെ കൈയിട്ട് മുക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പുറത്തുപോയി ഫുഡ് കഴിക്കുന്നത് ഭയങ്കര പാടല്ല, ടാസ്ക്കാണ്. എന്നാലും നമ്മളെ കൊണ്ടുപോയി ശീലമാവണമല്ലോ, അതുതന്നെ എന്നെ കൊണ്ടുപോയത്. അപ്പം പിന്നെ അവനാണെങ്കിൽ വേറെ ഫുഡൊന്നും കഴിക്കത്തില്ല. അവൻ അതിൽ ഉണ്ടായിരുന്ന കുക്കുംബറൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നല്ലോണം ഞഞ്ഞമ്മൊക്കെ അടിച്ചു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫുഡൊക്കെ തന്നെ. റൈസ് മാത്രം ഇച്ചിരി വൈറ്റ് റൈസ്, വേറെ മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ഒരു ഇതുണ്ടായിരുന്നു. ബാക്കി കുഴപ്പമൊന്നുമില്ല. നല്ല നല്ല അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ നൈറ്റൊക്കെ പോയിരുന്ന് കഴിക്കാൻ നല്ല ലൈറ്റിനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവനെ നിർബന്ധിച്ച് നമ്മൾ കുറച്ച് ഫുഡ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. റൈസ് മാത്രം. അങ്ങനെ നോൺ വെജ്, അതായത് ചിക്കൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും പുറത്തുനിന്ന് മാക്സിമം കൊടുക്കാറില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ അടുത്ത് പോകുന്നത് നമ്മുടെ നെയ്യാറ്റിൻകര മറൈൻ എക്സ്പോ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നുണ്ട്. കുറേ ദിവസമായി തുടങ്ങിയിട്ട്, ഏകദേശം 1 മാസത്തോളം ആകാറായി തുടങ്ങിയിട്ട്. അപ്പോഴേ പോകണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. നമ്മൾ കയറി പോകുമ്പോൾ തന്നെ നമ്മൾ പാസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ തന്നെ ഇതുപോലെ കുഞ്ഞു മത്സ്യങ്ങളൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഭംഗിയുള്ള കുഞ്ഞു മത്സ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൂടെ ഇത്രയും മത്സ്യങ്ങൾ ആദ്യമായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പുള്ളിക്കാരിയിരിക്കുന്നത്. അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറേ മീനുകൾക്കൊക്കെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങ് നമ്മൾ അതിൻ്റെയൊക്കെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട്, പിന്നെ ഇപ്പോൾ എവിടെ പോയാലും യൂട്യൂബ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ മസ്റ്റാണല്ലോ. അങ്ങനെ അവനും കുറച്ച് സന്തോഷം. അവനെ പുറത്തോട്ടൊക്കെ ഇറക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞു മക്കളെയൊക്കെ നമ്മൾ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി എല്ലാം കാണിച്ച് കൊടുക്കണം. നമ്മുടെ അതായത് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല, ഞാൻ കുഞ്ഞിലേ നിന്ന് അങ്ങനെ പുറത്തോട്ടൊന്നും അധികം എന്നെ അങ്ങനെ കൊണ്ടുപോയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ മക്കളെങ്കിലും അതൊക്കെ കണ്ട് ആസ്വദിക്കട്ടെ എന്ന് കരുതി എനിക്ക് അവനെ പുറത്തോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും പുറത്ത് പോകാതെ ട്രാവലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ, നമുക്ക് എപ്പോഴും പോകാൻ പറ്റണമെന്നില്ലല്ലോ, അപ്പോൾ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ മാക്സിമം പോവാറുണ്ട്. അപ്പം നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ഇതുപോലൊരു ഗ്ലാസ് സംഭവങ്ങളാണ് ഇതിൽ 1,00,000 വെള്ളം എന്തോ ആണ് അതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ അത് അനൗൺസ്മെൻറ്റിൽ കേട്ടത്. അങ്ങനെ നമ്മളിതാ ഫൈനലി നമ്മുടെ ഫിലിപ്പീൻസ് പെൺകുട്ടിയാണ് ഇതിന് അവർ നിർത്തിയിരിക്കുന്നത്, നമ്മുടെ മത്സ്യകന്യകയായിട്ട്. അപ്പം ആ കുട്ടിയെ കാണാൻ വേണ്ടി നമ്മൾ പോയി അവരെ കണ്ടു. നല്ല നല്ല രസമുണ്ട് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി മേളിലോട്ട് പോയി ഓക്സിജനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് സമയം. പിന്നെ നമ്മുടെ ഈ റോബോ ഡോഗിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റാളുകളുണ്ടായിരുന്നു. പിന്നെ കുറേ നല്ല അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അച്ചാറൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ കുറച്ച് ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഒരു കുലുക്കി സർബത്തൊക്കെ കുടിച്ചു. പിന്നെ പുള്ളിക്കാരനെ കുറച്ച് ഗെയിം കളിക്കണമെന്നുണ്ട്. അങ്ങനെ ഗെയിമൊക്കെ കളിച്ച ശേഷം ഒന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കുട്ടികൾക്കുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തോടെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ് ചെയ്യുക.